الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم وبصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതാനും ആഴ്ചകളായി നാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചു, അദ്ദേഹത്തിന്റെ മില്ലത്തിനെ സംബന്ധിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചും നമുക്കുള്ള മാതൃകയെ സംബന്ധിച്ചും തന്നെയാണ് ആഴ്ചകളായി നാം ഈ മിമ്പറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള സത്യവിശ്വാസികൾക്ക് മാതൃകയായിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത് വിശദീകരിക്കുന്നത്. ആദർശം ആരെയും ഭയപ്പെടാതെ പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല, ആ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനുള്ള ജാഗ്രതയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, നാഥ, ഈ നാടിനെ നിർഭയമായ രാജ്യമാക്കണമേ. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എന്റെ സന്തതികളെയും വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിൽ നിന്ന് അകറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ വചനം. അത്ഭുതം തോന്നാവുന്നൊരു പ്രാർത്ഥനയാണിത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ആവർത്തിച്ചു കേട്ടത് ജീവിതാവസാനം വരെ വിഗ്രഹാരാധനക്കെതിരെ, ശിർക്കിനെതിരെ, റബ്ബിന്റെ ഏകത്വത്തിനു വേണ്ടി ജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെ അകറ്റണേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിൽ നിന്ന് എന്നെ അകറ്റണമേ റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു.
ശിർക്കിലേക്ക് തിരിച്ചു പോകുന്നതിൽ നിന്ന് റബ്ബിനോട് കാവലിന് ചോദിച്ചിരുന്നു. സ്വന്തത്തെ മാത്രമല്ല, വബനിയ, എന്റെ സന്താനങ്ങളെയും റബ്ബേ ശിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രമാത്രം തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച ഖലീലുള്ള അല്ലെങ്കിൽ ഒരാൾ പിന്നെ ശിർക്കിലേക്ക് പോകുമോ? ഈ പ്രാർത്ഥന അടിസ്ഥാനമില്ലാത്തതാണോ? അല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ നമുക്ക് മറ്റൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു ഈ പ്രാർത്ഥന പരിശുദ്ധ ഖുർആന്റെ അനുയായികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കല്ലേ. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഹിദായത്ത്, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിന് ശേഷം പിന്നെ അതിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കല്ലേ റബ്ബേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീ അത്യധികമായി ദാനം നൽകുന്നവനാണല്ലോ റബ്ബേ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ കാരുണ്യം ഉണ്ടെങ്കിലേ ഹിദായത്തിൽ നിന്ന് തെറ്റാതെ മരണം വരെ അതിൽ തുടരാൻ കഴിയണമെങ്കിൽ റബ്ബേ നിന്റെ കാരുണ്യം ആവശ്യമാണ്. നമ്മൾ തേടേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മളും തേടേണ്ട, മാതൃകയാക്കേണ്ട ഇബ്രാഹിം നബിയുടെ ഒരു മാതൃക തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഈ പ്രാർത്ഥനയിലൂടെ നമ്മളെയും പഠിപ്പിക്കുന്നത്. തെറ്റാറുണ്ട് മനുഷ്യര് കാരുണ്യമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ തൗഹീദിൽ കൊല്ലക്കണക്കിന് പ്രവർത്തിച്ചിട്ട് വേറെ കാരണം കൊണ്ട്, അതാണ് ആദർശത്തോടുള്ള വിരോധം കൊണ്ടല്ല, മറ്റേതെങ്കിലും വ്യക്തിയോടോ കാര്യങ്ങളോടോ എന്റെ അഭിപ്രായങ്ങൾ പരിഗണിച്ചില്ല എന്നതുകൊണ്ടോ എന്നെ നേതാവാക്കിയില്ല എന്നതുകൊണ്ടോ ഒക്കെ ആദർശത്തിൽ നിന്ന് വരെ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ട്. വർത്തമാന സാഹചര്യം അതാണ്. അത്ഭുതം അത് അല്ല, നേരെ വിപരീത സംഘത്തിൽ ചെന്ന് ചേരുന്നവരുണ്ട്. തൗഹീദിന് വേണ്ടി കൊല്ലക്കണക്കിന് പ്രവർത്തിച്ചിട്ട് അതിലുള്ള വേറെ ആദർശത്തോടുള്ള വിരോധം കൊണ്ടല്ല, അത് നമുക്ക് മനസ്സിലാവും. മറ്റു ബാഹ്യമായ കാരണങ്ങളുടെ പേരിൽ ആ സംഘത്തിൽ നിന്ന് തെറ്റി നേരെ ശിർക്കിന്റെ സംഘത്തിലേക്ക് ചേക്കേറുന്ന മനുഷ്യരുണ്ട്. റബ്ബിന്റെ കാരുണ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ദീനീ നിഷ്ഠ തന്നെ അവസാനിപ്പിച്ച് മാറിപ്പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒന്നിലേക്കുമില്ല എന്ന രീതിയിൽ ഉൾവലിഞ്ഞു പോകുന്നവരും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. പല രീതിയിലാണ് തെറ്റുന്നവർ. ഹൃദയത്തെ ആദർശത്തിൽ നിന്ന്, ഹിദായത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞാൽ അവൻ ചെന്നുപെടുന്ന പാതാളക്കുഴികൾ പലവിധമുണ്ട്. ഒരു കുഴിയല്ല എന്നർത്ഥം. സത്യമാർഗം ഒന്നാണെങ്കിൽ തെറ്റുന്ന മാർഗങ്ങൾ, വലാലത്തിന്റെ വഴികൾ അനേകമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. ഞങ്ങളുടെ ഹൃദയങ്ങളെ റബ്ബേ നീ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിൽ നിന്ന് തെറ്റിക്കല്ല റബ്ബേ. അത്തഹിയ്യാത്തിന്റെ തശഹുദിലെ അവസാനത്തില് ഒരു പ്രാർത്ഥന, അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ തന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഏകവചനായിട്ടും സബ്ബിത് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങൾ ബഹുവചനമായിട്ടും പ്രാർത്ഥിക്കാം. നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. പരീക്ഷണമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആയിട്ടായിരിക്കും തർക്കം, സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ വെറും കമ്മിറ്റിയിലെ ഒരു മെമ്പറോട് മാത്രം തർക്കാവും, അല്ലെങ്കിൽ ഇമാമിനോടുള്ള തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അവർ പരിഗണിച്ചില്ല, ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനിച്ചു. അതാണ് ജനാധിപത്യം. ഒരാളൊരു അഭിപ്രായം പറഞ്ഞു, കൂടുതൽ അംഗങ്ങൾ പറഞ്ഞത് തീരുമാനിക്കുമല്ലോ, അത് അയാളോടുള്ള വെറുപ്പുകൊണ്ടൊന്നുമല്ലല്ലോ. അതല്ലേ ജനാധിപത്യത്തിൽ നടക്കുള്ളൂ. നമുക്ക് ഇങ്ങനെ അതീ അങ്ങോട്ട് തെറ്റിപ്പോവുക വലിയ നിർഭാഗ്യമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, എന്നെ മക്കളെ തെറ്റിക്കല്ല റബ്ബേ, ഈ ശിർക്കിൽ നിന്ന് അകറ്റി നിർത്തണമേ. അടുത്തൊരു പ്രാർത്ഥന കൂടി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ 40-ാമത്തെ വചനം, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, രക്ഷിതാവേ നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. റബ്ബിനെ ഭയപ്പെടുകയും റബ്ബിന് വേണ്ടി ജീവിക്കുകയും റബ്ബിന് വേണ്ടി മറ്റെല്ലാത്തിനെയും അവഗണിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ എന്നെയും എന്റെ സന്തതികളെയും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. നമ്മളെ എപ്പോഴെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചില്ല? നമ്മളെക്കുറിച്ചോ നമ്മളെ മക്കളെ കുറിച്ചോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാ? റബ്ബേ 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട്, അതും ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാ? ഇനി യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോ എപ്പോഴും ഒരേ സ്ഥലത്ത് ജമാഅത്ത് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ ആ 5 നേരത്തെ നിസ്കാരം നിലനിർത്തുന്നതിൽ തൗഫീക്കിന് വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു എന്നാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് മാതൃകയായിട്ട് പറയാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എന്ത് അലംഭാവമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പേരമക്കളുടെ കാര്യത്തിൽ എന്തെല്ലാം അലംഭാവമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ-ബഖറ 132-ാമത്തെ വചനം, വബസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. ഇബ്രാഹിം നബി മക്കൾക്ക് വസിയത്ത് നൽകി. വെറും ഉപദേശത്തെക്കാൾ കനമുള്ളതാണ് വസിയത്ത് എന്ന് നമുക്കറിയാം. ഇബ്രാഹിം നബി മക്കൾക്ക് വസിയത്ത് നൽകി. വയഅഖൂബു, അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് യാക്കൂബ് നബിയും മക്കൾക്ക് വസിയത്ത് നൽകി. എന്ത് വസിയത്ത് എന്നറിയോ? യാ ബനിയ, എന്റെ പ്രിയപ്പെട്ട മക്കളെ. ഇബ്രാഹിം നബി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, യാക്കൂബ് നബിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾ ഈ സ്വീകരിച്ചിട്ടുള്ള ഈ ദീനുണ്ടല്ലോ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതും പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ റബ്ബിന്റെ കാരുണ്യവും പ്രീതിയും പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹ് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഈ ദീനുണ്ടല്ലോ, അത് റബ്ബ് നിങ്ങൾക്കായി തെരഞ്ഞെടുത്തതാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അള്ളാഹ് പറയാണ്, ഇബ്രാഹിം നബിയും വസിയത്ത് ചെയ്തു മക്കളോട്, യാക്കൂബ് നബിയും ഇത് തന്നെ വസിയത്ത് ചെയ്തു. നമ്മുടെ മക്കൾ പല കാര്യത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അടുത്തുനിന്ന് പോവാറില്ലേ പ്രിയപ്പെട്ടവരെ? പഠനത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാറില്ലേ? വിദേശത്തേക്കും പോകാറില്ലേ? ജോലിക്ക് വേണ്ടി പോവാറില്ലേ? നമ്മുടെ മക്കൾ അന്യ സംസ്ഥാനത്തോ വിദേശത്തൊക്കെ ഇത്തരം ഒരു വസിയത്ത് നമ്മൾ നൽകിയിട്ടുണ്ടോ? നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മുടെ മക്കളോട്, പേരമക്കളോട് യാത്ര ചോദിക്കാൻ വെല്ലിപ്പാഴത്ത് വരുമ്പോ, നാളെ കുവൈത്തിലേക്ക് പോവാ, നാളെ ഖത്തറിലേക്ക് പോവാ, UAE-ലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് വെല്ലിപ്പാടത്ത് വന്ന് വെല്ലിപ്പാട അനുമതിയൊക്കെ മേടിച്ച് പോകുമ്പോ എപ്പോഴെങ്കിലും നമുക്ക് വസിയത്ത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ മക്കളോട്? പൊന്നുമോൻ, എവിടെ പോയാലും ദീൻ നിലനിർത്തണം. നീ അമേരിക്കയിലായാലും വിരോധമില്ല, അറേബ്യയിലായാലും വിരോധമില്ല, ബോംബെയിലായിരുന്നാലും നിന്റെ ദീൻ നീ സംരക്ഷിക്കണം എന്ന് മക്കളോടോ പേരമക്കളോടോ വസിയത്ത് ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? എന്ത് കാരണവശാലും നമസ്കാരത്തിൽ പൊന്നുമോനെ നീ വീഴ്ച വരുത്തരുത്.
അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നീ ഇവിടെ പാലിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ കണ്ണിന്റെ ശ്രദ്ധയിൽ നിന്ന് നീ വിട്ടുപോവുകയാണ്. നാട്ടുകാരില്ലാത്ത, വീട്ടുകാരില്ലാത്ത, പരിചയക്കാരില്ലാത്ത നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് നീ ഇത് ചെയ്താൽ ആരും അറിയില്ല എന്ന് നീ വിചാരിച്ചുകൊണ്ട് ചെയ്തു പോയാൽ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ കണ്ണിനെ വെട്ടിക്കാൻ നിനക്കാവില്ല മകനെ എന്ന് മക്കളോട് പറയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? വലിയ അലംഭാവമാണ് അതിന്റെ ഫലമാണ് ഇപ്പോ പൊതുവെ നമ്മൾ ഇന്ന് വളരുന്ന തലമുറകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ. ഇതിനോട് ചേർത്ത് അള്ള ഒരു കാര്യം കൂടി തൊട്ടടുത്തായ ഇപ്പൊ കേട്ട ആയത്തിന്റെ തൊട്ടടുത്തായ അം കുന്തും ശുഹദാഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക ഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. ഈ വിഷയത്തിലേക്ക് റബ്ബ് നമ്മളെ ക്ഷണിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ച നിങ്ങൾ. അം കുന്തും ശുഹദാ, നിങ്ങൾ സാക്ഷികളായിരുന്നുവോ? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോന്ന് അള്ളാഹ് ചോദിക്കാം നമ്മളോട്. ഇത് ഹദറ യഅഖൂബൽ മൗത്ത്, യാക്കൂബ് നബി മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ, യാക്കൂബ് നബിയുടെ മരണമാസന്നമായ ഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ? ഇല്ലാന്ന് നമ്മളെക്കാൾ നന്നായി അള്ളാഹ്ക്കല്ലറിയാം. യാക്കൂബ് നബി അലൈഹിസ്സലാം മരിക്കുമ്പോ മൂസാ നബി ഇല്ല, ഈസാ നബി ഇല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമില്ല, നമ്മളുമില്ല. വാക്കറിയാനിട്ട് വെറുതെ ചോദിച്ചല്ല, നമ്മളെ ആ രംഗത്തേക്ക് അള്ളാഹ് കൊണ്ടുപോണ്. ആ മരണമാതരായ സന്ദർഭത്തിൽ ഉണ്ടായ കാര്യം റബ്ബ് ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കാനാണ് ആ ചോദ്യം ചോദിച്ചത്. നമ്മളും ചോദിക്കാറില്ലേ, ഇന്ന് രാവിലെ 3 ഇടിയിലുണ്ടായി നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിച്ചിട്ട് പറയില്ലേ? അയാൾ അറിഞ്ഞിട്ടില്ല നമുക്കറിയാം. നമ്മളാ കണ്ടത്, ആ കണ്ട വിവരം വന്ന് പറയാ. ഈ പറയപ്പെടുന്ന ആളിത് അറിഞ്ഞിട്ടില്ല എന്ന് അറിയാം, എന്നാലും പറഞ്ഞേ ഇന്ന് രാവിലെ അവിടെ ഉണ്ടായ വിവരം അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ വിഷയത്തിന്റെ ഗൗരവം. യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് മരണമാസന്നമായ ഘട്ടത്തിൽ ഇത് ഖാല ലിബനീ, അദ്ദേഹം തന്റെ മക്കളോട് 12 മക്കളോട് പറഞ്ഞ സന്ദർഭം, ചോദിച്ച സന്ദർഭം, ആ തഅബുദൂന മിൻ ബഅദി, പൊന്നുമക്കളെ എനിക്ക് ശേഷം, ഞാൻ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആ 12 മക്കളുടെ സ്വഭാവവും കാര്യം അറിഞ്ഞാൽ ഇങ്ങനൊരു ചോദ്യവും വസിയത്തൊന്നും ആവശ്യമില്ല എന്ന് തോന്നിപ്പോവും നമുക്ക്. കാരണം ഇത് പറയുന്ന സമയത്ത് 12 മക്കളും സജ്ജനങ്ങളാണ്, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണ്, ശിർക്ക് പരിചയമില്ലാത്തവരാണ്. കാരണം യാക്കൂബ് നബിയുടെ മക്കളായിട്ടല്ലേ വളർന്നത്. ആ തൗഹീദ് കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും പിന്തുടർന്നുകൊണ്ടും വളർന്ന മക്കൾ. മൂത്ത 10 മക്കൾക്ക് മുമ്പ് പല വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശിർക്കിലേക്ക് പോയിട്ടില്ല, തൗഹീദ് ഉപേക്ഷിച്ചിട്ടില്ല. അനുജനോടുള്ള പക വിദ്വേഷം കൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമയോട് അന്യായങ്ങൾ ചെയ്തു. അത് നമ്മൾ വിശദമായിട്ട് പഠിച്ചു കേട്ടിട്ടുള്ളതാണ്, അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അത്തരം വ്യതിയാനങ്ങൾ, തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ എല്ലാവരും യൂസുഫിന്റെ കീഴിലാണ്, ഈജിപ്തിലാണ്. അവരൊക്കെയും റബ്ബിനോട് ചെയ്തു പോയ പാപത്തിൽ നിന്ന് പാപമോചനത്തിന് അപേക്ഷിച്ചു. യാക്കൂബ് നബിയും അവർക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടി. അങ്ങനെ നല്ലവരായി സന്തോഷത്തിൽ കഴിയുന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നമായ ഘട്ടത്തിൽ 12 മക്കൾ ചുറ്റു നിൽക്കുന്നു. എന്തിനും പോന്ന 12 മക്കൾ, അതിൽ ഒരു മകൻ അല്ലാഹുവിന്റെ നബിയാണ്. ആ മകനോട് കൂടിയാണ് വസിയത്ത്. എന്റെ മോൻ പഠിച്ചാണ്, പിന്നെ അവനോട് ഞാൻ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നി. എന്റെ മോൻ അഫ്ളുലുമൊക്കെ പാസ്സായതല്ലേ, പിന്നെ അവനെ ഉപദേശിക്കേണ്ട കാര്യം, അവൻ എന്നെ ഉപദേശിക്കട്ടെ, ഞാൻ എന്തിനാ അവനോട് സംസാരിക്കണം എന്നൊക്കെ തോന്നിപ്പോകും. ഒരു മകൻ യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട ആളാണ്. ആ മകനോട് കൂടിയാണ് ചോദ്യം. 12 മക്കളോട്, നല്ലവരായ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ചോദ്യത്തിൽ ഒന്നുണ്ട്, എനിക്ക് ശേഷം ആണ്. ഭയങ്കര അർത്ഥമുണ്ട്.
ഭയങ്കര അർത്ഥമുണ്ട്. ഒരാള് വയസ്സായിട്ടാലും വീട്ടിലുണ്ട്, രോഗിയായിട്ടും വീട്ടിലുണ്ട്. അതൊരു വ്യക്തിയാണ്, ആളുണ്ട്. ആളുള്ളത് ഒരു വലിയ സ്വാധീനമാണ്. മരണപ്പെടുക എന്നത് ഈ ദുനിയാവിൽ നിന്ന് സമ്പൂർണമായി പിന്നീട് വരുന്ന മാറ്റങ്ങൾ. നമ്മൾ തന്നെ സാധാരണ നാടൻ വർത്താനം പറയാറില്ലേ, ആ കാരണവരുണ്ടായ കാലത്ത് എന്ത് ഐശ്വര്യമായിരുന്നു, ഒരാളല്ലേ മരിച്ചുള്ളൂ, അപ്പോഴേക്കാകെ തല്ലി ചെതറി എന്ന് നമ്മൾ നാടൻ വർത്താനം പറയാറില്ലേ. അതുകൊണ്ടല്ലേ മയ്യത്ത് നിസ്കാരത്തിൽ ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്ക് ഫിത്തിന ആക്കല്ലേന്ന്, ഞങ്ങളെ പഴപ്പിക്കില്ലേന്ന്. ആ നാലാമത്തെ തക്ബീർ കഴിഞ്ഞേ അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തുളില്ലനാ ബഅദഹു എന്നൊരു പ്രാർത്ഥനയിൽ ഞങ്ങളെ പഴപ്പിക്കല്ലേന്ന്, അദ്ദേഹത്തിന് ഈ മരിച്ച ആൾക്ക് ശേഷം ഞങ്ങളെ പഴപ്പിക്കല്ലേ, അല്ലെങ്കിൽ ലാ തുത്തിന്നാ ബഅദഹു, അല്ലെങ്കിൽ ഞങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്തല്ലേ റബ്ബേ. ഈ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഫിത്നയാവും, ആവാറുണ്ട്. നമ്മുടെ സ്ഥിതിയോ ഒന്ന് ഇങ്ങോട്ട് വാ, നമ്മളെയൊക്കെ ജീവിച്ചിരിക്കുമ്പോ തന്നെ അല്ലേ തോന്നിയ പോലെ ജീവിക്കുന്ന മക്കളും പേരമക്കളും. മരിക്കണോ പ്രിയപ്പെട്ടവരെ? വാപ്പ ജീവിച്ചിരിക്കുമ്പോ, വല്യപ്പ ജീവിച്ചിരിക്കുമ്പോ തന്നെയാണല്ലോ മക്കളും പേരമക്കളും ഒക്കെ തോന്നിയ പോലെ ജീവിക്കുന്നത്. എത്രമാത്രം ഗൗരവത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ആ മക്കൾ പറഞ്ഞ മറുപടിയാണ് അല്ലാഹ് പറയുന്നത്, ഖാലൂ നഅബ്ദു ഇലാഹക. വാപ്പ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. വാപ്പ ആരാധിച്ച ഇലാഹുണ്ടല്ലോ, ആ ഇലാഹിനെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുക. വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ. അതെ, വാപ്പയുടെ പിതാക്കന്മാരായ ഇബ്രാഹിം നബി ആരാധിച്ച അല്ലാഹുവിനെ തന്നെ, ഇസ്മായിൽ നബി ആരാധിച്ച അല്ലാഹുവിനെ തന്നെ, ഇസ്ഹാഖ് നബി ഞങ്ങളുടെ വല്യപ്പ ഇസ്ഹാഖ് നബി ആരാധിച്ച അല്ലാഹുവിനെ തന്നെ ഞങ്ങൾ ആരാധിക്കൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ എന്ന് മാത്രമല്ല, ഞങ്ങൾ ആ റബ്ബിനെ മാത്രം ശിർക്കയിലാന്ന് മാത്രമല്ല, ആ റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ച് മുസ്ലിങ്ങളായി അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായി ഞങ്ങൾ ജീവിക്കുകയും ചെയ്യും. ഒരു കാര്യം കൊണ്ട് വാപ്പ വിഷമിക്കേണ്ടതില്ല. സന്തോഷത്തോടെ മരണമടയാൻ ഉറപ്പ് കൊടുക്കുകയാണ് മക്കൾ. ഇവിടെ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തൊരു വിഷയം കൂടി ആയത്തീന്ന് കിട്ടും. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോ, സന്ദർഭം. കാരണം ബനി ഇസ്രായേലുകൾ എന്ന് പറഞ്ഞ ജൂതന്മാർ, ക്രൈസ്തവരെ മുഹമ്മദ് നബിക്കോ ഇസ്മായിൽ നബിക്കോ യാതൊരു പ്രാമുഖ്യം കൊടുക്കുന്നില്ല. ഇസ്മായിൽ നബിക്കുമില്ല, ഹാജറ ബീവിക്കില്ല. അടിമപ്പെണ്ണിന്റെ മോൻ എന്നാ പറഞ്ഞത്. യാതൊരു സ്ഥാനം കൽപ്പിക്കുന്നില്ല. ബൈബിളിലും തൗറാത്തിലും ഒന്നും അവരുണ്ടാക്കിയ, ശരിക്കുള്ള ബൈബിളിലല്ല, ശരിക്കുള്ള തൗറാത്തിലുമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യന്മാര് ഇന്ന് അവർ മതമായി കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ ഇസ്മായിൽ നബിക്കോ ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജറ ബീവിക്കോ യാതൊരു സ്ഥാനമില്ല. പകരം ഇസ്ഹാഖ് നബിക്കും സാറക്കും മാത്രമാണ്. അതുകൊണ്ടാ അള്ളാഹ് തന്നെ പറഞ്ഞാണ്, ആ വിദ്വേഷം കൊണ്ട് അവര് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ. കാര്യം അറിയാനിട്ടല്ല, കാര്യം അറിഞ്ഞ് സ്വന്തം മക്കളെ അറിയുന്ന പോലെ മുഹമ്മദ് നബിയെ അറിയുന്നു അള്ളാഹ് പറയാ. എന്നിട്ടും ആ വിദ്വേഷം കൊണ്ട്, ആ ഇസ്മായിൽ നബിയുടെ സന്തതി പരമ്പരകളുള്ള ആ വിദ്വേഷം കൊണ്ട്, ആ ബഗയം ബൈനഹും, അവർക്കുള്ള വിദ്വേഷം കാരണമായിട്ടാണ് അവര് നിഷേധിച്ചത് എന്ന് അള്ളാഹ് പറഞ്ഞതാ. പക്ഷേ ആദ്യത്തെ ബനി ഇസ്രായേലുകൾ ആരാ? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയല്ലേ. ഈ 12 മക്കളല്ലേ ഒറിജിനൽ ബനി ഇസ്രായേൽ. അവര് പറഞ്ഞ വർത്താനം കേട്ടില്ലേ? അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പിന്നീട് സ്വന്തം വല്യപ്പാനെ പറയണേ. ഭയങ്കര തെളിവാണിത്. സ്വന്തം വല്യപ്പാനെ പറയുന്നതിന് മുമ്പ് വല്യപ്പാടെ ചേട്ടനാണ് പറയണത്, ഇസ്മായിൽ നബിനെ. നമ്മുടെ വാപ്പാടെ ഉപ്പമാരായ ഇബ്രാഹിം നബി ആരാധിച്ച, ഇസ്മായിൽ നബി ആരാധിച്ച, ഇസ്ഹാഖ് നബി ആരാധിച്ച ആ അല്ലാഹനെ തന്നെ ഞങ്ങളും ആരാധിക്കൂന്ന. അവര് പിഴച്ചു. ഇന്നുള്ള ആ വിഭാഗങ്ങൾ പിഴച്ചുപോയി എന്ന് ഖുർആന്റെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെ, പേരമക്കളെ, നമ്മളെ കീഴിലുള്ളവരെ, ഭാര്യയെ, പെൺമക്കളെ ഉപദേശിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല,
ഇന്ന് സങ്കടകരമായ ചില കാഴ്ചകൾ കാണാൻ പറ്റും, നിങ്ങൾക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ആ വസിയത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കും. തൗഹീദിന് വേണ്ടി ജീവിച്ചു മരിച്ച മനുഷ്യൻ, ബിദ്അത്തിനെതിരെ അള്ളാന്റെ റസൂലിന്റെ ചര്യ വേണമെന്ന് വാശി പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ മരിക്കുമ്പോ മക്കൾ തന്റെ ഇടമില്ലാത്തവരായതിനാൽ, അല്ലെങ്കിൽ മരുമക്കൾ കൂടുതൽ സ്വാധീനം പ്രയോഗിക്കുന്നതിനാൽ, അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ സഹോദരങ്ങൾ അവരുടെ ആശയമനുസരിച്ചുള്ള സ്വാധീനം പ്രയോഗിക്കുന്നതിനാൽ ഈ മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആ മനുഷ്യൻ മരിച്ചതിന്റെ പേരിൽ ആ വീട്ടിൽ നടക്കുക. ശിർക്ക് ഒട്ടുമില്ലാതെ തൗഹീദ് പ്രഭാഷണം നടത്തുന്ന പള്ളിയിൽ തന്നെ ജുമാക്ക് പോയിരുന്ന മനുഷ്യൻ, ഒരു ബിദ്അത്ത് പരിപാടിക്കും പങ്കെടുക്കാതെ പ്രവാചക ചര്യ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്വന്തക്കാരുണ്ടാവും, അളിയനായിട്ടോ മരുമോനായിട്ടോ. മക്കൾക്ക് ദീനില്ലെങ്കിൽ, തന്റെ ഇടമില്ലെങ്കിൽ അതേ വീട്ടിൽ ബിദ്അത്തുകൾ നടക്കും, അനാചാരങ്ങൾ നടക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ വസിയത്ത് ചെയ്യണം, ആൺമക്കളെയും പെൺമക്കളെയും, ഇനി മരുമക്കളെയും സഹോദരങ്ങളെയും. ആൺമക്കളില്ലാത്തവർ സ്വന്തം സഹോദരന്മാരുടെ ആൺമക്കളെ വസിയത്ത് ചെയ്തു വെക്കണം. ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ ഇതാണ് ശരിയെന്ന് വിശ്വാസം, അതുകൊണ്ട് ഞാൻ മരിച്ചാലേ ഇന്ന ഏർപ്പാടുകളൊന്നും ഇവിടെ പാടില്ല എന്ന് അയൽവക്കക്കാരോടുകൂടി വസിയത്ത് ചെയ്യണം, കൂട്ടുകാരോടും വസിയത്ത് ചെയ്യണം. ഏറ്റവും ബന്ധുക്കളോടാണ് ആദ്യം. കാരണം സുഹൃത്തുക്കളും അയൽവാസികളും സ്വന്തത്തിൽപ്പെട്ട ഒരാൾ മുൻകൈയെടുത്ത് ചെയ്യുന്നതാണുമ്പോ ഒന്നും പറയാൻ നിൽക്കൂല. നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും, ഞാനല്ല ഇവിടുത്തെ ആള്, നിങ്ങൾക്ക് എന്താ കാര്യം? അതുകൊണ്ട് എത്ര ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ കാണണം. നമ്മൾ ഇഷ്ടപ്പെടാത്ത ബിദ്അത്തുകൾ, ശിർക്കൻ പരിപാടികൾ നമ്മുടെ ഭരണത്തിന്റെ പേരിൽ നമ്മുടെ വീട്ടിൽ തന്നെ നടത്തുക എന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇബ്രാഹിം നബി നമുക്ക് നൽകുന്ന മാതൃക വളരെ ഗൗരവപ്പെട്ടതാണ്, നമുക്ക് കൂടി ബാധകമായതാണ്. ശരിയായ ആദർശം, ഹിദായത്തിൽ ജീവിച്ചു മരിക്കാനും നമ്മുടെ സന്തതി പരമ്പരകളും ആ ഹിദായത്തിലൂടെ ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ നോക്കിയാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയെ പറ്റിയുള്ള ആയത്തുകൾ ഇങ്ങനെ തീരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന നോക്കൂ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക വമിൻ ദുരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഞങ്ങളുടെ നാഥാ, എപ്പോഴാത് പറയാൻ നോക്കണം. കഅബ പടുതുയർത്തിക്കഴിഞ്ഞു. വാപ്പാനെ സഹായിക്കാൻ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. അള്ളാഹിന്റെ കൽപ്പന പണ്ടുണ്ടായിരുന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണ്. അതേ സ്ഥാനം അല്ലാഹ് കാണിച്ചു കൊടുത്തു. അവിടെ പുനർനിർമ്മിക്കാൻ അള്ളാഹിന്റെ കൽപ്പന, അത് നമ്മ മുമ്പ് ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ആ കർമ്മം നിർവഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോക്കണേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക, അള്ളാഹു എന്റെയും എന്റെ മോൻ ഇസ്മായിലിനെയും മുസ്ലിം ആക്കണേ റബ്ബേ, യഥാർത്ഥ മുസ്ലിങ്ങളാക്കണേ. വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, എന്റെ സന്തതി പരമ്പരകളെ ഒരു മുസ്ലിം ഉമ്മത്താക്കണമേ. നമ്മളായിട്ട് ഇതാ ബന്ധം വരുന്നുണ്ട. ഇബ്രാഹിം നബി നമ്മളായിട്ട് ബന്ധമില്ലാതെ മരിച്ചുപോയ ആളല്ല. എന്റെ മകൻ ഇസ്മായിലിന്റെ സന്തതി പരമ്പരകൾ അത് ഖിയാമത്ത് നാൾ വരെ നീളും. ആ ഉമ്മത്തിനെ മുസ്ലിമത്തായ ഒരു ഉമ്മത്താക്കണമേ റബ്ബേ. വഅരിനാ മനാസികനാ,
ഞങ്ങളുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നമുക്കിപ്പോ അള്ള കാണിച്ചു തരണ്ട, റസൂലും വേണ്ട, നാട്ടിലിങ്ങനൊക്കെ ഉണ്ട്, എന്നാ പിന്നെ അതങ്ങോട്ട് നടക്കട്ടെ എന്നാ. ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കണം, ഞങ്ങളെ ചെയ്യേണ്ട കർമ്മ എങ്ങനെയെന്ന് റബ്ബേ നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വതുബ് അലൈന, ഞങ്ങളുടെ പശ്ചാത്താപങ്ങൾ നീ സ്വീകരിക്കണമേ. ഇന്നക അന്ത തവ്വാബുർ റഹീം, റബ്ബേ നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാവാരിയുമാണല്ലോ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കണേ റബ്ബേ എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇപ്പൊ നമ്മളായിട്ട് ബന്ധപ്പെട്ടു. ഇനി ഒരായത്തും കൂടി കേട്ടാലോ? നമ്മളായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഇബ്രാഹിം നബി അല്ലേ? അത് പണ്ടല്ലേ, 4000 കൊല്ലം മുമ്പല്ലേ. അതിനുശേഷം മുഹമ്മദ് നബിയൊക്കെ വന്നില്ലേ, ഖുർആൻ കിട്ടിയില്ലേ, സുന്നത്ത് കിട്ടിയില്ലേ. ഇനിയിപ്പോ ഇബ്രാഹിം നബിയുടെ കാര്യം എന്ത് നമുക്ക് എന്നാണെങ്കിൽ, നമ്മളായിട്ട് മുഹമ്മദ് നബിയേക്കാൾ മുമ്പ് ബന്ധപ്പെടുന്നത് ആരായിരുന്നു എന്ന് കൂടി നോക്കൂ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിന്നും. ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ഞങ്ങളുടെ നാഥാ, വബഅസ് ഫീഹിം റസൂലൻ മിന്നും, എൻ്റെ ഇസ്മായിലിന്റെ സന്തതി പരമ്പരകൾ അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ. എന്താ റസൂലിന്റെ വിശേഷം? യത്ലൂ അലൈഹിം ആയാതിക റബ്ബേ, നിന്റെ പരിശുദ്ധ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്ന, ശ്രദ്ധിക്കണം കേട്ടാ, ഓരോ വാക്കും ശ്രദ്ധിക്കണം, നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്ന ഒരു റസൂലിനെ നീ അവരിൽ നിയോഗിക്കണമേ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, നിന്റെ വേദഗ്രന്ഥം നിന്റെ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു റസൂൽ. വൽ ഹിക്മ, ഖുർആന്റെ നിയമം അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണമെന്നും പഠിപ്പിക്കുന്ന, ഹിക്മത്ത് പഠിപ്പിക്കുന്ന റസൂലിന്റെ ചര്യ പഠിപ്പിക്കുന്ന റസൂൽ. അതുവഴി അവരെ ശുദ്ധീകരിക്കുന്ന, പരിശുദ്ധരാക്കി എടുക്കുന്ന. ഇന്നക അന്തൽ അസീസുൽ ഹകീം, റബ്ബേ നീ പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. അപ്പോ മുഹമ്മദ് നബിയുടെയും ഖുർആന്റെയും കാര്യം ആദ്യം അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി ആയിരുന്നു. അതല്ല മുഹമ്മദ് സ്വല്ലല്ലാഹു പറഞ്ഞു, അന ദഅവത്തു അബി ഇബ്രാഹിം, എന്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ. വെറുതെ പറഞ്ഞല്ല, എന്റെ പിതാവ് ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ റസൂലിനെ നിയോഗിക്കണം, ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അള്ളാഹു എന്നെ റസൂലായി നിശ്ചയിച്ചത്. അപ്പൊ നമ്മളായിട്ട് ബന്ധമുണ്ട്, നമ്മളായിട്ട് ബന്ധമുണ്ട്. ഖുർആനെ പറ്റി, ഖുർആൻ ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോ ആ ഖുർആനെ പറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്ന പ്രാർത്ഥനയിലെ വർത്താനം ശ്രദ്ധിച്ചാൽ ഖുർആന്റെ അനുയായികൾക്ക് മനസ്സിലായിട്ട് പോലുമില്ല. ഓതാനുള്ളതല്ലേ, ഓതുണ്ട്. നല്ല ദിവസങ്ങളിലും നല്ല പുണ്യദിനങ്ങളിലും രാവുകളിലും മരിച്ചോടത്തും ഖബറിന്റെ അടുത്തും എല്ലാത്തോടത്തും എനിങ്ങാലൊക്കെ ഓതുണ്ട്. ഓതാനുള്ള ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കണമെന്നല്ലല്ലോ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. അള്ളാഹുടെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ പോരാ. വയുഅല്ലിമുഹുൽ കിതാബ, അതിന്റെ ആശയം പഠിപ്പിക്കണം. ആ കിതാബിനെ, അതിന്റെ പൊരുള് ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന, കഴിഞ്ഞില്ല, ആ പൊരുളനുസരിച്ച് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിയിൽ ഹിക്മത്തിന് മുഫസ്സിറുകൾ സുന്നത്തു റസൂൽ എന്ന് അർത്ഥം വെക്കാനുള്ള കാരണം അതാണ്. ഖുർആന്റെ പൊരുളനുസരിച്ച് ആദ്യമായി മാതൃകായോഗ്യനായി ജീവിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലിന്റെ സുന്നത്താണ് ഖുർആന്റെ ഒന്നാമത്തെ തഫ്സീർ. വ്യാഖ്യാനം അതാണ്. നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്കൊക്കെ പലതും തോന്നും, അതല്ല, പ്രമാണത്തിൽ നിന്ന് പഠിക്കണം. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ പ്രാർത്ഥിച്ചപ്പോ ഈ ഖുർആൻ എന്തിനുള്ളതാണ്? അവരെ സംസ്കരിക്കണമെങ്കിൽ ഖുർആന്റെ പൊരുള് പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ല, സംസ്കരിക്കപ്പെട്ടില്ല. ഖുർആൻ ഓതാൻ പഠിച്ചിട്ടുണ്ട് കുറെ ആൾക്കാര്, പൊരുള്, അതിന്റെ ആശയം, കിതാബ്, അള്ളാന്റെ കിതാബ് എന്താന്ന് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നന്നായുമില്ല. ആ ഖുർആന്റെ കൽപ്പനക്കെതിരായിട്ട് വിശ്വസിക്കാൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മൾ ഇത് ബോധ്യപ്പെട്ട നമ്മളെങ്കിലും അതിന്റെ ആശയവും പൊരുൾ അറിയാൻ പരിശ്രമിക്കണം. എങ്കിലേ നമുക്ക് നന്നാവാൻ കഴിയൂ എന്നുകൂടി മനസ്സിലാക്കുക.
ഇതൊക്കെ വലിയ ഉഷാറായിട്ട് നമ്മ പറയില്ലേ. ഇബ്രാഹിം നബി എല്ലാവർക്കും ഇഷ്ടാ. ഹാജറ ബിയുടെ ചരിത്രം പറയുമ്പോ, ഇസ്ഹാഖ് നബിയുടെ ഇസ്മായിലിന്റെ ചരിത്രം പറയുമ്പോ ഒക്കെ ഇഷ്ടാ. അവരെ മാതൃക പറയാൻ ആർക്കും അവരോട് വെറുപ്പില്ല. ആർക്കും. എന്താ കാര്യം? അള്ളാഹ് പറയാണ്, അള്ളാഹ് അതിന്റെ മറുപടി പറയാം, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്. അത് ഇപ്പൊ പറഞ്ഞവരില്ലേ, അവരൊരു സമൂഹമായിരുന്നു, അവർ കഴിഞ്ഞു പോയി. ലഹാ മാ കസബത്, അവര് പ്രവർത്തിച്ചതിന്റെ കൂലി അവർക്കുണ്ട്. വലക്കും മാ കസബ്തും, അത് നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്തതിന്റെ കൂലിയാണ് നിങ്ങൾക്കുണ്ടാവുക. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവരെന്തൊക്കെ ചെയ്തു എന്ന് അള്ളാഹ് നിങ്ങളോട് ചോദിക്കൂല. നാളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയും ചെയ്യും. അതാ പ്രശ്നം. ഇബ്രാഹിം നബി എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളോട് അള്ളാഹ് ചോദിക്കൂല. ഇസ്മായിൽ നബി എന്ത് ചെയ്തു എന്ന് അള്ളാഹ് ചോദിക്കൂല. അവര് കഴിഞ്ഞു, അവർക്ക് അവര് പ്രവർത്തിച്ചതിന്റെ കൂലിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയുടെ കൂലിയാണ്. അവരെ പറ്റി നിങ്ങളോട് ചോദിക്കൂല. പക്ഷേ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ആ ഭയപ്പാടിലായിരിക്കട്ടെ നമ്മുടെ ഇനിയുള്ള ജീവിതം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, അള്ളാഹു അവർക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി വീട്ടിലും ആശുപത്രിയിലും കഴിഞ്ഞുകൂടുന്നവർക്ക് അള്ളാഹ് ശിഫ നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.